ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ബീബി കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര മാറ്റം വന്നു, ആണോടാ? തലക്കനം കൂടി. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവം. ചേച്ചിക്ക് ഭയങ്കര തലക്കനം കൂടി, എന്താ വലിയ എന്തോ ആരോ ആണ് എന്നൊരു തോന്നലാണെന്നൊക്കെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. ഒരാളെ ഞാനും ജപ്പാൻ യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഈ അടുത്ത് ഒരു മാധ്യമത്തോടും ചേച്ചി ആ രീതിയിലൊന്ന് പെരുമാറുന്നതൊക്കെ ഞാൻ കണ്ടു. നീയൊക്കെ ഏതാ മാധ്യമം? ചേച്ചി ഈ മാധ്യമ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ ചേച്ചി? നമ്മളൊക്കെ ഈ മാധ്യമത്ത് രംഗത്ത് പ്രവർത്തിച്ച വ്യക്തികളല്ലേ? അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ ഒരു പുച്ഛ മനോഭാവം ചേച്ചി ഒന്ന് മാറ്റിയാൽ കൊള്ളാം. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു അയ്യോ വേണ്ട, ഉപദേശം പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ഓഹോ, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? മരണ പൂരായണ. എന്നോട് ചോദിച്ച ചോദ്യം എന്താ? എന്താ ചോദിച്ചാൽ അനുമോളോട് അസൂയ ഉണ്ടോന്ന്. അതായത് ഞാൻ അവിടെ നിന്ന് വളരെ ധൃതിയില് അനുമോളുടെ അസൂയ ഉണ്ടോന്ന് ചോദിച്ചാൽ അനുമോളുടെ അസൂയപ്പെടേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പോരെ? നീയാണല്ലോ കോടതി ഓടാമേര്. എന്റെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ കൃത്യമായി എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ മറുപടി പറയുന്നത്? എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. അതിനെങ്ങനെ മുടയാകുന്ന? പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന്? നയം പറയുന്ന, നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാ. നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളും ആൾക്കാരുടെ മൂഡ്. ഒരു സെലിബ്രിറ്റി ചേച്ചി അപ്പൊ എല്ലാം ചോദിക്കേണ്ട രീതിയിലാണോ ചോദ്യങ്ങൾ ഹോട്ട് സീറ്റ് ചോദിച്ചത്? ഏതാ? എന്താ ചോദ്യം? മര്യാദ, ഇപ്പൊ തന്നെ കണ്ടോ ചേച്ചിയുടെ attitude മാറുന്നുണ്ടോ? ആറ്റിറ്റ്യൂഡ് ഇടും ഞാൻ, ആറ്റിറ്റ്യൂഡ് ഇടും. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ഇത്ര കണ്ണൂരിട്ടുണ്ട കണ്ണൂരിട്ടും ഇതാണ് ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ഞാൻ ഇത്രത്തോളം ഈ കണ്ണുരുട്ടി എന്നെ ഈ പ്രകോപിപ്പിക്കുന്ന രീതി സംസാരിക്കണ്ട. വ്യക്തിപരമായിട്ട് എനിക്കൊരു അഭിപ്രായം തോന്നുന്നത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അതിന് ചേച്ചിക്ക് ഏത് എന്നെ പഴയ ഹോട്ട് സീറ്റ് ശരിയാക്കരുത്. അല്ല ഏത് രീതി ഇവിടെ എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് മൊടയാണോന്ന്? സെലിബ്രിറ്റി ആയെന്ന് കരുതി എനിക്ക് സെലിബ്രിറ്റി ആയെന്ന് പറഞ്ഞ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്ത് സെലിബ്രിറ്റി? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അംഗീകരിക്കാൻ പറ്റും. എന്തിനാണ് ഈ കട്ടപ്പള്ളായിട്ട് ഇവനെ കൊണ്ടുവന്നവനെ? സൂക്ഷിച്ച് സംസാരിക്കണം, താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ ഇറങ്ങി പോടാ എന്റെ ചാനലിൽ നിന്ന്. ചേച്ചി അങ്ങനത്തെ എന്താ ഡയലോഗ് ഒന്നും എന്നോട് അടിക്കണ്ട. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. അതുപോലത്തെ ഇതിനോടൊക്കെ സംസാരിക്കുന്നതിന് വേറെന്തെങ്കിലും ഞാൻ ഈ പരിപാടിക്കാൻ പോകുന്ന വേറെ ആൾക്കാരെ കിട്ടാനില്ല എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ. ഞാൻ ഈ ആഴ്ച 10 ഇന്റർവ്യൂ ചെയ്ത ആളാ. എന്തിനാ എനിക്ക് ആ പാട്ട് വരുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണി. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.